ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ സത്യമുള്ളതും ദൈവികവുമാണ്. ഓരോ വ്യക്തികളുടെയും ജീവിതം പലതരത്തിലുള്ളതാണ്. എല്ലാവരും സുഖങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും നിത്യേന കടന്നു പോകുന്നവരാണ്. ഒരു കയറ്റത്തിന് ഒരു ഇറക്കം എന്നതുപോലെ തന്നെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെ മറികടക്കാനും തരണം ചെയ്യുവാനുമുള്ള ഒരു ശക്തി നമ്മളുടെ ഇഷ്ടദേവീ ദേവന്മാർ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനിടയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കിക്കാണുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ മനസ്സ് ക്ലിയറാക്കി വയ്ക്കുക. എന്നിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം, നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് മറ്റു ചിന്തകളിൽ പെട്ടുപോകാതെ ചിത്രങ്ങളിൽ മാത്രം ചിന്ത കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ചിത്രം സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിൽ നടക്കാനുള്ള ഏതാഗ്രഹമാണോ ഉള്ളത്, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏതാഗ്രഹമാണ് നിങ്ങൾ ആദ്യം നടന്നു കാണാനായി ആഗ്രഹിക്കുന്നത്, അത് മനസ്സിൽ കരുതുക. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടദേവി ദേവന്മാരെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ മനസ്സ് പറഞ്ഞ് സെലക്ട് ചെയ്യുന്ന ചിത്രത്തിൻ്റെ പിന്നിൽ അതിൻ്റേതായിട്ടുള്ള തൊടുകുറി ഫലങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇതിനകം തന്നെ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവീ ദേവന്മാരുടെ നാമം ഇവിടെ കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. നമ്മൾ ഓരോ ദിവസവും ഓരോ തവണയും നമ്മൾ അവരെ സ്മരിക്കുമ്പോൾ നമ്മളുടെ ആഗ്രഹത്തിനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇഷ്ടചിത്രം, നിങ്ങളുടെ മനസ്സ് പറയുന്ന ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ തൊടുകുറി ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. തീർച്ചയായും ഭാഗ്യം നിങ്ങളോടൊപ്പമുണ്ട്. വിഷമങ്ങൾ നിങ്ങളെ തുടർച്ചയായി പിന്തുടരുമ്പോഴും സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ എനിക്ക് ഭാഗ്യമില്ലല്ലോ എന്നൊരു ചിന്ത കടന്നു വരും. എന്നാൽ തികച്ചും നിങ്ങൾ ഭാഗ്യമുള്ളവർ തന്നെയാണ്. ഈശ്വര കടാക്ഷം ഉള്ളവരാണ്. ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചതും, അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളെ അത്തരമൊരു ചിത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് പ്രാപ്തനാക്കിയതും. ഭാഗ്യം കൂടെയുള്ളപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കാനായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഗ്രാജ്വലി നടന്നു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും അത് ഒട്ടും പുറത്ത് പ്രകടിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് നിങ്ങൾ. കാരണം മറ്റുള്ളവരുടെ സഹായവും സഹതാപവും ഒന്നും ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കാറില്ല. നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതാണ് എപ്പോഴും നിങ്ങളുടെ ചിന്ത. സ്വതന്ത്രമായ ചിന്താഗതിയും സ്വന്തമായ അഭിപ്രായങ്ങളും ഉള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ നിങ്ങൾക്ക് യാതൊരു മടിയും കാണിക്കാറില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങളെ പലരും കുറ്റക്കാരനെന്നും അഹങ്കാരിയും തൻ്റെടിയും ഒന്നൊക്കെ പറയാറുണ്ട്. അതിലൊന്നും മനസ്സ് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മനസ്സിൽ ഒന്നും മുഖത്ത് വേറൊന്നുമായി നടക്കുന്നവരല്ല നിങ്ങൾ. ആരോടായാലും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. പൊതുവെ നിങ്ങൾ ശാന്ത സ്വഭാവക്കാരാണ് എങ്കിലും നിങ്ങൾ മൂലം ആർക്കും ഒരു ഉപദ്രവവും സംഭവിക്കാതിരിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് നിങ്ങൾ. അതുപോലെ തന്നെ കഴിവും ബുദ്ധിയും എല്ലാം പൊതുവെ നിങ്ങളിൽ കൂടുതലായിട്ടുണ്ട്. ഒറ്റയ്ക്കിരിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക് ജീവൻ നൽകാൻ പോലും തയ്യാറാകുന്നവരാണ്. നിങ്ങളുടെ സമീപനം പലപ്പോഴും മറ്റുള്ളവർക്കൊരു പോസിറ്റീവ് എനർജി നൽകാറുണ്ട്. കൂടാതെ ക്ഷമ ഏറ്റവും കൂടുതലുള്ള ആളുകളാണ് നിങ്ങൾ. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, മനസ്സിൽ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അതിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കാതെ അല്ലെങ്കിൽ പിന്നോട്ട് പോകാതെ അതിനുവേണ്ടി എത്ര
പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അത് നടക്കുന്നവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കും. അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമവും നടത്തുന്നവരാണ് നിങ്ങൾ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരുപടി മുന്നിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ ആത്മവിശ്വാസവും കഴിവുമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് അതിവേഗം എത്തിച്ചേരുവാനും സാധിക്കും. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും കഴിവുകൾ ഉപയോഗിച്ചും നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇഷ്ടദേവീ ദേവന്മാരുടെ പരിപൂർണ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരമപ്രധാനമായിട്ടുള്ള പല ആഗ്രഹങ്ങളും നിറവേറുവാൻ ഇനി അധികം കാലതാമസം ഉണ്ടാവുന്നതല്ല. ഇത്രയുമാണ് ചിത്രം 1 തിരഞ്ഞെടുത്തവരുടെ തൊടുകുറി ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അവരുടെ തൊടുകുറി ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ കാലം അത്ര സുഖകരമായിരുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരായിരുന്നു നിങ്ങൾ. പല കാര്യങ്ങളിലും ജീവിതത്തിൽ നിന്ന് നഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ പലതും അബദ്ധങ്ങളായിരുന്നുവെന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഒരുപക്ഷേ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇപ്പോൾ പശ്ചാത്തപിക്കാറുണ്ട്. എന്നാൽ ഇനി മുന്നോട്ട് ഇതുപോലുള്ള സാഹചര്യങ്ങളെ പല ഘട്ടങ്ങളെയും നിങ്ങൾക്ക് ഒരുപക്ഷേ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ അതിനെയെല്ലാം നിങ്ങൾ പൂർവാധികം ശക്തിയോടെ അതിനെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനുള്ള മനോബലം ഇതിനോടകം തന്നെ നിങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കും. സാധിക്കില്ല എന്ന് പലരും പറഞ്ഞതും നിങ്ങൾക്ക് തോന്നിയതുമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ മനസ്സ് വച്ചാൽ നേടിയെടുക്കാൻ നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. ദൈവികമായ ചൈതന്യം നിങ്ങൾക്ക് ചുറ്റും പ്രസരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്ര പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഇന്നും നിങ്ങൾ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം വിഷമിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഇനി ഇത്തരത്തിലുള്ള ടെൻഷൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഇഷ്ടദേവതയെ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിച്ച് പ്രവർത്തിക്കുക. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിനുള്ള അനുകൂലമായ അവസ്ഥ വന്നു ചേരുന്നതാണ്. പൊതുവെ എല്ലാവരോടും വളരെ ശാന്ത സൗമ്യ സ്വഭാവത്തോടു കൂടി ഇടപഴകാൻ അല്ലെങ്കിൽ ഇടപെടാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. ഒന്നിനെയും എടുത്തുചാടി സമീപിക്കാതെ ഇപ്പോൾ അഭിപ്രായങ്ങൾ പറയുന്നതിനായാലും തീരുമാനങ്ങൾ എടുക്കുന്നതിനായാലും എല്ലാ വരും വരായ്കകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ശ്രമിക്കാറുള്ളൂ എന്നതാണ് വാസ്തവം. കലാപരമായി ധാരാളം കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ. അറിവുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള മടിയും നിങ്ങൾ കാണിക്കാറില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ചില വ്യക്തികളൊക്കെ മറ്റുള്ളവർക്ക് നന്മ വന്നാലോ അല്ലെങ്കിൽ നല്ലത് വന്നാലോ എന്ന് ചിന്തിച്ച് പല കാര്യങ്ങളും അവർ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കും. അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ താല്പര്യപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് നിങ്ങൾ. നിങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ മറ്റുള്ളവർക്ക് നല്ലത് വന്നു ചേരുമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന മനോഭാവമാണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് ചില ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വന്നു ചേരുന്നതാണ്. ചിലപ്പോൾ ഒരു പുതിയ ജോലി കിട്ടുന്നതായിരിക്കും. ജോലിയില്ലാതെ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കുന്നതിനുള്ള സമയമാണ്. അതുമല്ലെങ്കിൽ ഉള്ള ജോലിയിൽ ഉയർച്ച ഉണ്ടാവുന്നതാണ്. ഇനി നിങ്ങളുടെ ജോലി സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഉള്ളൊരു മോചനവും അതിൽ നിന്നൊക്കെ ഒരു ഉയർച്ചയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പറഞ്ഞു വരുന്നത്, ഇനി വരും നാളുകൾ നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനുള്ള നാളുകളാണ് എന്നാണ്. ക്ഷമാശീലം ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് എത്ര സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ഒരിക്കലും നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുവാനോ പകരം ചോദിക്കുവാനോ പോകുന്നതല്ല. എല്ലാ കാര്യങ്ങളും പരമാവധി ക്ഷമിച്ച് വിട്ടുകളയാനാണ് നിങ്ങൾ ശ്രമിക്കുക. ജീവിതത്തിൽ വളരെയധികം പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. വരും ദിവസങ്ങളിൽ ധാരാളം വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഈ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ വളരെയധികം ഭാഗ്യശാലികളാണ്.
എല്ലാവർക്കും ഒരു സഹായി എന്ന നിലയിൽ അകമഴിഞ്ഞ് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം നൽകുന്നതിനും വളരെയധികം സഹായിക്കുന്നതിനും ഏറെ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ. ഇതാണ് ഇന്നത്തെ ചിത്രമായ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ തൊടുകുറി ഫലം.